Hello guys, welcome back to Visual Magics. It's me Don Milton. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് പെൻസിൽ ത്രൂ കറൻസി എന്ന് പറഞ്ഞ ഒരു ട്രിക്കാണ്. പെൻ ത്രൂ കറൻസി എന്ന് പറഞ്ഞ ട്രിക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ കുറച്ച് മാജിക് ട്രിക്സ് ഇട്ടുണ്ടായിരുന്നു, അതായത് പെൻ ത്രൂ കറൻസി എന്ന് പറഞ്ഞത്. പക്ഷേ കുറേ പേര് പറഞ്ഞു ആ ഒരു ട്രിക്ക് പെർഫോം ചെയ്യാൻ ഇച്ചിരി പാടാണ് ബ്രോ, കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു മെത്തേഡ് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ ഇന്ന് ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ട്രിക്കാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ അധികം പറഞ്ഞു വയ്ക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഈ ട്രിക്ക് പെർഫോം ചെയ്യാൻ ശേഷം എൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിലൊരു വൈറ്റ് പേപ്പർ ഉണ്ട്, പിന്നെ ഒരു 100 rupee നോട്ട്, അതുപോലെ തന്നെ ഒരു ബോറോഡ് പെൻസിൽ. ഓക്കെ, നമുക്കിതെല്ലാം ബോറോഡ് ഒബ്ജക്ട്സ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ ഈ വൈറ്റ് പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ്ലി ഒന്ന് ഫോൾഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ പെൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ പെൻസിൽ എടുത്തിട്ട് ഈ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഡൗട്ടൊന്നും വേണ്ട, ഇതിൻ്റെ അകത്തേക്കൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം ഓക്കെ നോക്കിയോ, 1 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി ഇതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ ഒരു വശം ഇത് കീറേണ്ടതാണ്. ഓക്കെ, നോട്ട് കീറേണ്ടതാണ് വാശ്, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കീറേണ്ടതാണ്. ഓക്കെ, ഒരാവശ്യം ടയർ ചെയ്തു, പിന്നെ സൈഡിലോട്ട് ടയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഈ നോട്ട് ടയറപ്പ് ആവേണ്ടതാണ്. ബട്ട് അയ്യോ, ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കൊന്ന് കണ്ടോ, ഈ വൈറ്റ് പേപ്പർ കംപ്ലീറ്റ്ലി ടയർഡായി. നോക്കി 100 rupees ഒന്നും പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഗൈസ്, ഇതിൻ്റെ സീക്രട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പഠിക്കാം. ഗൈസ്, ഈ ട്രിക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ആർക്കും വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ട്രിക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാവുന്നതാണ് ഈ ട്രിക്ക്. ഈ ട്രിക്കിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ, പിന്നെ ഒരു 100 rupee നോട്ട്, പിന്നെ ഒരു സാധാ പെൻസിൽ. ഓക്കെ, നമുക്ക് വേണ്ട വൈറ്റ് പേപ്പർ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന നോട്ടിൻ്റെ അത്രയും വലുപ്പം ഉണ്ടാവണം. പക്ഷേ അതിനേക്കാളും കുറച്ച് ചെറുത് വേണം, ഹൈറ്റ് കുറച്ച് കുറവാണ് ഈ യൂസ് ചെയ്യുന്ന നോട്ടിനേക്കാളും. ഓക്കെ, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ നോട്ടിലാണ് നമ്മൾ മെയിൻ സീക്രട്ട് കിടക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ നോട്ട് എടുക്കുക കയ്യിൽ, അതിന് താഴേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ കണ്ടില്ലേ, ഇവിടെ താഴേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഞാൻ കാണിച്ചേക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നമുക്ക് കുറച്ചുകൂടി എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോറോ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഒരൊറ്റ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് മടക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ കാണാത്ത രീതിയിൽ കൈ വെച്ച് ആരും കാണാണ്ട് മടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഫ്ലാപ്പ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും. ഇപ്പോൾ വൈറ്റ് പേപ്പറിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ഇരിക്കുന്നു നോക്കിയോ, അങ്ങനെ വയ്ക്കുന്നു. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവുന്നു. ഇപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അവിടെ വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കൂടെയാണ് പെൻസിൽ പോകുന്നത്. ഓക്കെ, നമ്മളിത് പ്രോപ്പറായിട്ട് കണ്ടു വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ വയ്ക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ 100 രൂപ പോയി. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ മനസ്സിൽ വെച്ച് ചെയ്യുക. ബാക്കിയുള്ളവരുടെ ആണെങ്കിലും നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ ഓക്കെ ഇതിങ്ങനെ വയ്ക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിൻ്റെ അകത്ത് നോക്കിയോ ഒന്നര കാണിച്ചു തരാം. ഫോൾഡ് ചെയ്തു.
ഇനി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇത് വെക്കുക, ഞാൻ ചെയ്ത പോലെ ഇതിൽ കൂടെ പോവും. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അകത്തിൽ കൂടെയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഉണ്ടോ? ഇപ്പം എന്താ കാണുമ്പോൾ എന്താ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇത് പെൻസിൽ ഇതിൻ്റെ അകത്ത് കൂടെ പോയിട്ടായേ തോന്നത്തുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം, പക്ഷെ അധികം ഇങ്ങനെ താഴ്ത്തരുത്. അധികം ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡ് കാണാൻ പറ്റും. ഓക്കെ, കാണിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടയർ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ, അതായത് ഈ വലിയൊരു ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് നമുക്ക് ടയർ ചെയ്യാം. ഓക്കെ, സൈഡ് മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചാൽ ആൾക്കാർ പിന്നെ ഞെട്ടത് എങ്ങനെ സംഭവിച്ചതെന്ന് ആൾക്കാരായിരിക്കും. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ വൈറ്റ് പേപ്പർ എടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഈ ഫോൾഡ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഈ 100 rupees ജസ്റ്റ് ഒന്ന് എന്താ പറയുക പതുക്കെ ഒന്ന് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുക. അതായിരിക്കും നല്ലത്. അതായത് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് ജസ്റ്റ് അൺഫോൾഡ് ചെയ്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം എന്താ പറ്റിയത്, ഇതിന് മാത്രം ഡാമേജ് ആയി പോയി, 100 rupees പറ്റിയില്ല. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കാം. പറ്റുവാണെങ്കിൽ അതൊന്ന് പോയി ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ഇതുപോലെ കുറേ മാജിക് ട്രിക്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മാജിക് ട്രിക്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.